ഇന്നൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫേമസ് ഷെഫിൻ്റെ ഒരു റെസിപ്പി കണ്ടതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ല, നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം. പെപ്പർ ചിക്കനായിട്ട് ഞാനിവിടെ 1 കിലോയ്ക്ക് താഴെയുള്ള ചിക്കൻ എടുത്ത് ചെറിയ പീസസായി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാരിനേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ ക്രഷ് ചെയ്ത ബ്ലാക്ക് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, പിന്നെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം കുറച്ച് ഉപ്പും അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ നന്നായിട്ട് ഇതേ കണക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഫുള്ള്. അതിന് ശേഷം നമ്മളൊരു സെറാൻ റാപ്പ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് അതിനെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആ നേരം നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുരുമുളകും പിന്നെ പെരുംജീരകവും പിന്നെ ജീരകം ചെറിയ ജീരകമാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഇത്രയും ആവശ്യമില്ല, പക്ഷേ ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചൂടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്ത് നമുക്കൊന്ന് വറുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ അടുപ്പ് ടേൺ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കതിന് കണക്ക് ഒരു ചെറിയ ബൗളിലിട്ട് നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു ചെറിയ ടീസ്പൂൺ പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 3-4 നമ്മുടെ ഉണക്കമുളകില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കും. അതിനുശേഷം ഒരു 3 സവാളയാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കണം. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാൻ ശ്രമിക്കണം. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. പിന്നെ നല്ല ഫ്രഷ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ചെറിയ തീ ആയിരിക്കണം കേട്ടോ, തീ കൂടരുത്. നന്നായിട്ട് അതിൻ്റെ കുത്തലൊക്കെ പോകുന്ന വരെ ഇളക്കണം. അതിനുശേഷം നമ്മളവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അതിലേക്ക് ഈ ഗാർലിക് പേസ്റ്റ് അരച്ചില്ലേ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു അരക്കപ്പ് മതി. ഒരുപാട് ഒഴിച്ച് കളയരുത്, കാരണം ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരുമല്ലോ. അപ്പോൾ അത് മതിയാവും. നമുക്കൊരു ലിഡ് വെച്ച് അടച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ വേവിക്കാം. ഒരുപാട് തീ കൂട്ടരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. ഒരു 8-10 മിനിറ്റ് വേവിച്ചിട്ട് എടുത്തതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ അതിൽ വെള്ളമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുറന്ന് ഇട്ടിട്ട് ചെറിയ തീയിലൊന്ന് വറ്റിച്ച് എടുക്കാൻ ശ്രമിക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളവിടെ പൊടിച്ച് വെച്ച മസാലയില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകം എല്ലാം കൂടെ പൊടിച്ചില്ലേ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ വീണ്ടും അതിനെ ഉപ്പൊക്കെ നോക്കിക്കൊള്ളണം കറക്റ്റാണോ എന്ന്. വീണ്ടും അതിനെ ഒരു ലിഡ് വെച്ച് അടച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അത് വെള്ളം ഒന്ന് വറ്റി വരുമ്പം കണക്ക് വറ്റി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പിന്നെ നമ്മൾ ജിഞ്ചറാണ്, അത് നീളത്തിൽ ഇതേപോലെ അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പ് ടേൺ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൽ തന്നെ കുറച്ച് നേരം വെക്കണം. ഉടനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റരുത്. പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഡിഷിലോട്ട് മാറ്റാം. ഒരു സൂപ്പ് പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം സാധാ ചിക്കൻ കഴിച്ച് മടുക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.